ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി കൂടി നമുക്കൊപ്പം ചേരുന്നു ടെലിഫോൺ ലൈനിൽ. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, ഗുഡ് മോർണിംഗ്. സാധാരണ നമുക്ക് അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു നീക്കമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ചില സംഭവ വികാസങ്ങൾ എറണാകുളം ജില്ലാ കോടതിക്ക് മുന്നിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പറയുന്ന സംഭവങ്ങളെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും യാതൊരു സംശയവുമില്ല. ഇത് വളരെ ഒരു അസാധാരണമായ ഒരു നടപടിയായിട്ട് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു നിയമവൃത്തങ്ങളിൽ. കാരണം പക്ഷേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിക്ക് ഭരണഘടനാ കോടതി എന്നുള്ള നിലയിൽ കൂടി ഇൻഹറന്റ് പവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനീതികൾ, ഇത്തരത്തിൽ ജാമ്യം കൊടുത്ത ഒരു കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ കേസിൽ ജാമ്യം കൊടുത്തു. വളരെ ശക്തമായ കണ്ടീഷനോട് കൂടിയാണ് ബെയിൽ കൊടുത്തത്. ആ ബെയിൽ ഓർഡറിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെ, ഈ ബോബി ചെമ്മണ്ണൂർ പോലെ ഉള്ള ആളുകൾ നടത്തുന്ന തെറ്റായ ഇത്തരത്തിലുള്ള പ്രവണതകളെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ്, എന്നാൽ ഈ ഒഫൻസിന്റെ ഗ്രാവിറ്റിയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആണ് ജാമ്യം കൊടുത്തത്. എന്നാൽ ജാമ്യം കിട്ടിയതിന് ശേഷവും ആ ഓർഡർ പൊതുസമൂഹത്തിൽ വന്നതിന് ശേഷവും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള പ്രവണതകൾ, എന്താണോ ജാമ്യം നൽകിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെപ്പോലും ഘടകവിരുദ്ധമായ രീതിയിലുള്ള തെറ്റായ പ്രവണതകൾ കണ്ടതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് സുമോട്ടോ ഇന്ന് റീഓപ്പൺ ചെയ്തിരിക്കുന്നതും അത് വീണ്ടും പരിഗണിക്കുന്നതും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അങ്ങയുടെ ഈ അഭിഭാഷക ജീവിതകാലത്ത് ഇങ്ങനെ ഏതെങ്കിലും സംഭവം കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, കേരള ഹൈക്കോടതി ചരിത്രത്തിൽ ഇത്തരത്തിൽ നേരിട്ട് സുമോട്ടോവായി എടുത്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എന്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. പക്ഷേ ചില കേസുകൾ ഈ റീഓപ്പൺ ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പോലീസോ എന്തെങ്കിലും ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. എന്നാൽ നേരിട്ട് ഇത്തരത്തിൽ കോടതി തന്നെ അത് തൊട്ട് പിറ്റേ ദിവസം ജാമ്യം കൊടുത്ത് പിറ്റേ ദിവസം പ്രതി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വീണ്ടും പരിഗണിക്കുന്ന സംഭവം എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഹൈക്കോടതി ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു അഭിഭാഷകന്റെ കണ്ണാടിയിലൂടെ കാണുമ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങളിൽ എന്തായിരിക്കാം കോടതി ഏറ്റവും പ്രകോപിപ്പിച്ച കാര്യം? കാരണം വളരെ കർശനമായി അങ്ങ് പറഞ്ഞ പോലെ ഉപാധികളോട് ഈ ജാമ്യം അനുവദിച്ച കേസിൽ ഈ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ള ഈ ബോബി ചെമ്മണ്ണൂർ തന്നെ ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ആ തീരുമാനങ്ങൾ തന്നെ നമുക്ക് അതും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമല്ല, നമുക്കത്ര പരിചയമില്ലാത്ത കാര്യമാണ് ഈ നീക്കവും. യാതൊരു സംശയമില്ല. കാരണം അത് തന്നെ ആയിരിക്കണം. കാരണം കോടതിയുടെ ഒരു ജാമ്യം എന്തർത്ഥത്തിലാണോ ആ ലെറ്റർ ആൻഡ് സ്പിരിറ്റിൽ അതിനെ മനസ്സിലാക്കാതെ വീണ്ടും താൻ ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ സമൂഹത്തിന് തന്നെ തെറ്റായ സന്ദേശം നൽകുക മാത്രമല്ല, ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ കൂടിയും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രവണതകൾ നടത്തുന്ന ആളുകളെ വീണ്ടും പ്രോത്സാഹിപ്പിക്കത്തക്ക രീതിയിലുള്ള പ്രവൃത്തി തന്നെയാണ് ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഇന്നലെ വൈകുന്നേരത്തും ഉണ്ടായിട്ടുള്ളത്. അതിനെല്ലാം ശക്തമായി തന്നെ നേരിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇത്തരം നിരവധി ബോബി ചെമ്മണ്ണൂർമാർ ഉണ്ടാവേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ശരിയായ രീതിയിൽ തന്നെയാണ് കോടതി ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്ന് വേണം കാണാൻ. ഒരു കാര്യം കൂടി, യഥാർത്ഥത്തിൽ ഇയാൾക്ക് അനുവദിച്ചിരിക്കുന്ന ജാമ്യം, ബോബി ചെമ്മണ്ണൂരിന് അനുവദിച്ചിരിക്കുന്ന ജാമ്യം റദ്ദ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു അപകടം കാണുന്നുണ്ടോ? അല്ല, അതിനുള്ള സാധ്യത ഇപ്പൊ ഈ അവസ്ഥയിൽ അതിനുള്ള സാധ്യത കുറവാണ്. എങ്കിൽ പോലും എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. കാരണം കോടതിയുടെ സത്യത്തിൽ നമ്മൾ ഒരു പ്രിമച്വറാണത് അതിനെക്കുറിച്ച് പ്രവചിക്കുന്നത്. കാരണം അടിസ്ഥാനത്തിലാണ് ഇത് കോടതി അത് വീണ്ടും ഇന്ന് വാദം കേൾക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയില്ല. അപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കോടതിയുടെ മുമ്പാകെ ഉണ്ടാകും. അതെല്ലാം ചെയ്യുവാനുള്ള അധികാരം കോടതിക്കുണ്ട്. അതെല്ലാം കാത്തിരുന്ന് കാണുക തന്നെ വേണം. ഓക്കെ. താങ്ക് യു അഡ്വക്കേറ്റ് പ്രിയദർശൻ.